എന്തായിരുന്നു അത്ഭുതത്തിന്റെ നിർവചനം ഞാൻ പറഞ്ഞത്? Oh, what is the definition of the miracle that I said? അമാനുഷികമായ ദൈവിക ഇടപെടലുകൾ. Oh, supernatural intervention of God. ആമേൻ. പ്രകൃതി നിയമങ്ങളുടെ മേലുള്ള ദൈവിക ഇടപെടലുകൾ. Oh, supernatural intervention on the natural laws. ഈ ലോകത്തിനൊരു നിയമമുണ്ട്. Oh, this world has a law. ഈ ശരീരത്തിനൊരു നിയമമുണ്ട്. Your body has a law. ആമേൻ. ഈ ജീവിതത്തിന്റെ സകല മേഖലകൾക്കും ഒരു നിയമമുണ്ട്. In every areas of our life there is a law that നമ്മൾ operates. ജീവിക്കുന്ന സകല വഴികൾക്കും ഒരു നിയമമുണ്ട്. In all our ways there is a law that operates. പക്ഷേ ഇതിനെല്ലാത്തിന്റെയും മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവിക ഇടപെടലുണ്ട്. But beyond and everything there is a supernatural work ഈ of God that moves ahead of ഈ them. നാലാം രാത്രിയിൽ സഭ ഒരുമിച്ച് വിളിച്ചു പറയണം, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. This fourth night you must proclaim that our God is a great God. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, Yesterday we meditated. അത്ഭുതങ്ങളെ നമ്മൾ പല വിഭാഗങ്ങളായി വിഭജിച്ചു. Oh, we categorized miracles in different ways. കഴിഞ്ഞ 3 ദിവസം വരാതെ ഇത് ആദ്യമായി കേൾക്കുന്നവർക്ക് അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. Oh, some people may not get the continuity because we've been going from the past 3 days as a study. ചർച്ചിന്റെ ഗ്രൂപ്പിൽ അത് ഇടുന്നുണ്ട്, നിങ്ങൾ സമയമുള്ളപ്പോൾ അത് കേൾക്കുക. And we are also putting this teaching on the church group. Those who are interested kindly download and study. ആമേൻ. സ്തോത്രം. എനിക്ക് ആമേൻ അറിയത്തില്ല, ഒരു ഭയങ്കര സന്തോഷം എൻ്റെ അകത്തുണ്ട് ഈ വിഷയം ഞാൻ പ്രസംഗിക്കും. Whenever I'm preaching this word there is a great joy that's coming in my heart. പല വിഭജനങ്ങൾ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം. Oh, Bible teaches about many categories of the miracles of God. അതിലൊന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത് കോസ്മിക് മിറക്കിൾസ് ആണ്. One that we studied yesterday was the cosmic miracles. പ്രകൃതിയുടെ മേലുള്ള അത്ഭുതം. Oh, miracles that happen on the natural realms. പ്രകൃതിയോട് കൽപ്പിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതം. Oh, the miracles that happen when God commands to the nature. യോശുവ സൂര്യനെയും ചന്ദ്രനെയും നോക്കി കൽപ്പിച്ചപ്പോൾ അത് അവിടെ നിന്നു എന്ന് നമ്മൾ വായിച്ചു. Oh, Bible teaches us that when Joshua commanded the sun to stay there, it stood. ആമേൻ. ചിലപ്പോഴൊക്കെ സ്തോത്രം ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ആമേൻ. കൺവെൻഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് മഴ വരാൻ തുടങ്ങുകയാണ്. Oh, many testimonies where we have heard that before the start of a convention there was a cloud and people were expecting rain. ഞങ്ങളുടെ അനുഭവം തന്നെ പറയാം. Oh, let me tell you my own experience. ആമേൻ. ഞങ്ങളുടെ ചർച്ച തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ മൈറ്റി തണ്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുവായിരുന്നു. Oh, our church was conducting in the Trivandrum, near the Trivandrum beach, a mighty thunder theme crusade. It was an open air crusade. ഭയങ്കര അധ്വാനം അതിന്റെ പുറകിലുണ്ട്. Oh, we had worked hard on this meeting. അതിന്റെ ഉച്ചവരെ ഭയങ്കര മഴയായിരുന്നു. Until the afternoon of that meeting there was great rain. ഒരു കൂട്ടർ പറഞ്ഞു നമുക്ക് ഷെഡ് അടിക്കാമെന്ന് പറഞ്ഞു. Oh, some people said that we will put up tents here. പക്ഷേ പ്രാർത്ഥിച്ച ആമേൻ ഈ വിഷയത്തിന് മുൻപിൽ നിന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഒരു ഷെഡിന്റെ ആവശ്യമില്ല, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Oh, but the man of God who was preaching there said that there is no need for making any tents. There will not be rain. ശക്തമായി നിന്നുകൊണ്ട് പെയ്തിരുന്ന മഴ. Oh, the rain that was continuing until afternoon. ഈ മീറ്റിംഗിന് അനുകൂലമാകേണ്ട സമയത്ത് നിന്നുപോയി. Oh, the rain stopped just before the meetings. ഇന്ന് രാത്രിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ അധരത്തിൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. Oh, you should not misunderstand that you don't have the power of God's miracle in your tongue. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ അധികാരം ഒന്ന് ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. When you start to use your authority from your tongue, miracles will happen in your life. പ്രകൃതിയോട് കൽപ്പിക്കുമ്പോൾ പ്രകൃതി അനുസരിക്കും. Oh, when you command to the nature, nature will obey you. ശരീരത്തിന്റെ നിയമത്തോട് നീ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ആ നിയമം അനുസരിക്കും. Oh, when you proclaim miracle over your body, it will obey. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു, സ്തോത്രം, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. Oh, yesterday night we meditated that God parted the Red Sea. പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങൾ. Oh, that was a miracle that was on the nature. പിന്നെ നമ്മൾ ചിന്തിച്ചത് സ്തോത്രം ആമേൻ ആമേൻ സൂപ്പർ സ്പിരിച്വൽ മിറക്കിൾസ് ആണ്. And then we meditated on the spiritual miracles. അവിടെ നമ്മൾ ധ്യാനിച്ചത് ആമേൻ ഡെമോണിക് പൊസഷനുകളുടെ മേൽ ശക്തി വ്യാപരിക്കും. Oh, we learned that how God can deliver us from demonic possessions. അദൃശ്യ മണ്ഡലങ്ങളിലുള്ള അത്ഭുതങ്ങൾ. Oh, the miracles that happen in the supernatural realm. ആമേൻ. ഭൂതങ്ങൾ അലറിയിളകുന്ന അത്ഭുതങ്ങൾ. Oh, the miracles where demons tremble and flee. ആമേൻ. സ്തോത്രം. ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. When the kingdom of God appears, all these things will happen.
ദൂതന്മാരുടെ We സന്ദർശനങ്ങൾ. also learned about the angelic visitations. അതിനെപ്പറ്റി നമ്മൾ ധ്യാനിച്ചു ഇന്നലെ. Oh, we meditated on this. പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയത്. Oh, angel of the Lord appeared for Peter in the midst of the prison. ഇന്ന് രാത്രിയിലും ദൂതൻ ഇറങ്ങും. Even tonight the angel of the Lord will come down for you. ഇന്ന് രാത്രിയിലും ദൈവിക സന്ദർശനങ്ങൾ Even ഉണ്ടാകും. tonight God's visitation will come upon your life. ഇന്നലെ പറഞ്ഞതങ്ങ് അവസാനിപ്പിക്കരുത്. This is not how I ended yesterday. ഇന്നലെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കരുത്. We did not end it up just by that രാവിലെ yesterday. എഴുന്നേൽക്കുമ്പോഴും പറയണം ദൂതന്മാർ ഇറങ്ങാൻ Even പോകുകയാ. in the morning you must say that angels will ദൈവം visit me നടകൊള്ളാൻ today. പോകുകയാ. God is going to move in the midst of us. ശക്തി വ്യാപരിക്കാൻ The പോകുകയാ. power of God is going to work in the ഇന്ന് midst of us. രാത്രിയിലും പറയണം എന്റെ വിഷയത്തിനും ദൈവശക്തി Even വ്യാപരിക്കും. tonight you must proclaim that God will move in my behalf. മൂന്നാമത്തെ കൂട്ടം, Number 3 category. ഒന്ന് Number 1. പ്രകൃതിയുടെ മേലുള്ള അധികാരം, മിറക്കിൾസ്. Oh, the cosmic miracles. രണ്ട്, അദൃശ്യമണ്ഡലത്തിലെ ആത്മീക മേഖലയിലുള്ള Number 2 is the അത്ഭുതങ്ങൾ. spiritual miracles. മൂന്ന് നമ്മൾ പറഞ്ഞത് ജീവശാസ്ത്രപരമായ അത്ഭുതങ്ങൾ. And next we talked about the biological miracles. ആ ഭാഗത്താണ് സൗഖ്യങ്ങൾ കിടക്കുന്നത്. That is where healings are. ആ ഭാഗത്താണ് ജീവൻ പരമായ കാര്യങ്ങൾ കിടക്കുന്നത്. That is where life and life miracles are. വേദപുസ്തകത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. Oh, one of the greatest miracle that we see in the Bible early in the beginning is the creation. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7. Genesis chapter 2 and verse 7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി Then the തീർന്നു. Lord God formed a man from the dust of the ground and breathed into his nostrils the breath of life, and the man became a living being. മണ്ണ് കുഴച്ച്. Oh, he formed man from the dust. കൈ കൊണ്ട് കുഴച്ചു. Oh, he formed man through his hands. ഒരു രൂപമുണ്ടാക്കി. And he formed a shape. അങ്ങനെ കണ്ടാൽ ദൈവത്തിന്റെ സ്വരൂപം. It was in the image of God. പക്ഷെ അതിനെന്തില്ല? What does it ജീവനില്ല. It does not have life. ആമേൻ. നമ്മളവിടെ എന്താ വായിച്ചേ? What did we read here? അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. And the Bible teaches us that God breathed into his nostrils the breath of life. ജീവനില്ലാതിരുന്ന രൂപം, Oh, the image that did not have life ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. now became someone who was a living being. നിങ്ങൾ ശ്രദ്ധിച്ച ഈ സൃഷ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ If you look at creation, ബാക്കിയെല്ലാം ദൈവത്തിന്റെ ശബ്ദം കൊണ്ട് ദൈവം ഉളവാക്കിയതാണ്. everything else in creation was formed by his word. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത്. Everything else was formed when God said let it be. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ, But when God created man, ദൈവം ശബ്ദമല്ല അവിടെ God ഉപയോഗിച്ചത്. did not use his word. ദൈവം അവന്റെ കരം ഉപയോഗിച്ചു. He used his hands. രണ്ട്, ദൈവം അവന്റെ ശ്വാസം Number ഉപയോഗിച്ചു. 2, he used his breath. മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത ഒരു പ്രത്യേകത. Oh, he gave a privilege to human being more than he gave to anybody നമ്മളെ else. സൃഷ്ടിക്കാൻ ദൈവം എടുത്തു. Oh, he took that for creating ഇന്ന് man. രാത്രി ആ വ്യത്യാസം മനസ്സിലാക്കുന്നവർ ദൈവത്തെ ഒന്ന് How many സ്തുതിച്ചാട്ടെ. of you understand that difference? Praise God. ദൈവത്തിന് വേണമെങ്കിൽ If പറഞ്ഞുണ്ടാക്കാമായിരുന്നു. God wanted, he could have just told let man be there. പക്ഷെ ദൈവം ഇതിന് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തു. But God took effort to create man. എന്റെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. The one that I understood in my own എന്റെ meditation, ബോധ്യമാണ്. it is my understanding, ആമേൻ, സ്തോത്രം. എല്ലാ സൃഷ്ടികളിൽ നിന്നും in all the creations of God, ദൈവത്തിന് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി ഈ സൃഷ്ടിയോട്. oh, God had an attachment towards the creation called ആ human being. സ്നേഹമാണ് നമ്മളെ ഇന്ന് രാത്രി നിലനിർത്തിയിരിക്കുന്നത്. And that love of God is today holding us. പട്ടിയെ നിർമ്മിച്ചതുപോലെയോ, Oh, God did not create us like ആനയെ dogs, നിർമ്മിച്ചതുപോലെയോ, not like elephants, പക്ഷിയെ നിർമ്മിച്ചതുപോലെയോ not like the birds. ഞങ്ങളുടെ സ്വരൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായേനേമായിരുന്നു. Oh, he could have just said let them be created as per my image. പക്ഷേ അതിനപ്പുറത്ത് But beyond that, ദൈവത്തിന്റെ വിരലുകൾ കൊണ്ടൊരു സ്പർശനം ഉണ്ടാകണം. God wanted a touch on this creation with his own hands. ദൈവത്തിന്റെ ഉള്ളിലെ ശ്വാസം അതിനകത്തോട്ട് കയറണം. He wanted to breathe his own breath into his nostrils. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ അസാധാരണമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. Oh, therefore tonight we must remember that we are a supernatural human being. ആമേൻ,
ബയോളജിക്കൽ മിറക്കിളാണ്. We are a biological miracle. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കാൻ How many of പറ്റും? you can say amen and receive ആമേൻ that? എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേക വിലയുണ്ട്. Therefore we must know that we are a special possession in the അങ്ങനെയാണ് eyes of ഇന്ന് God. രാത്രി നീ കരയുമ്പോൾ സ്വർഗ്ഗത്തിന് ചലിക്കാതിരിക്കാൻ Therefore ഒക്കത്തില്ല. tonight when you cry unto God, He will answer your prayer. അങ്ങനെയാണ് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങാതിരിക്കത്തില്ല. When you pray tonight, God will come down for you. ഒരു ജീവിയുടെ ഉള്ളിൽ പകരാത്ത ചില പ്രത്യേകതകൾ നിന്റെ അകത്തു ദൈവം പകർന്നിട്ടുണ്ട്. Because He has poured His own specialty into ഈ you. നാലാം രാത്രി വിളിച്ചു പറ, ഞാനൊരു സ്തോത്രം ബയോളജിക്കൽ മിറക്കിളാണ്. Oh, tonight proclaim that you are a biological miracle. Hallelujah. ഒരു സാധാരണ വ്യക്തിയല്ല. You are not a common man. എല്ലാം സൃഷ്ടിച്ചതിന്റെ കൂട്ടത്തിൽ സൃഷ്ടിച്ചതല്ല നിന്നെ. Oh, you are not created just like any other. എല്ലാം സൃഷ്ടിച്ചതിന്റെ കൂട്ടത്തിൽ സ്തോത്രം ആമേൻ ആമേൻ എന്നാ കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചതല്ല. When God created everything else, He just did not create it as a supplementary. ഇന്ന് രാത്രി ദൈവപൈതലെ ഓർക്കണം, നമുക്കൊരു പ്രത്യേകതയുണ്ട്. Therefore tonight you must know that you have a specialty. ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ വിരലുകളുടെ പണിയാണ്. Oh, therefore tonight you must know that you are the work of the hand of God. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. Zechariah chapter number 12 and verse 1. അവിടെ ഒരു പ്രവചനമാണ് കാണുന്നേ. You see a prophecy there. പ്രവാചകം എന്ന് പറഞ്ഞ തുടങ്ങുന്നേ. Oh, it talks about the prophetic. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. The verse 1 starts saying a prophecy, the word of the Lord concerning Israel, the Lord who stretches out the heavens, who lays the foundations of the earth, and who forms the human spirit within a person. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. This is the prophetic word of God. അരുളപ്പാട് അറിയിക്കുന്ന ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തുക. God is Himself introducing in this verse. ഈ പ്രവചിക്കുന്ന ഞാൻ, Oh, the one who is prophesying. ആമേൻ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എന്തെങ്കിലും പറയുന്നവനല്ല. Oh, one who is prophesying is not someone who says anything and everything. ആകാശത്തെ വിരിച്ചവനാണ്. Oh, I am the one who stretched the heavens. ഭൂമിക്ക് I am അടിസ്ഥാനമിട്ടവനാണ്. the one who laid foundations of the earth. അതൊക്കെ പോരാഞ്ഞിട്ട് If you leave all of this, മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ I am the one who formed the human being ഉള്ളിൽ ആത്മാവിനെ പകർന്നവനാണ്. and then breathed spirit into him. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. Listen to that verse. അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവ. And the Lord who forms the human spirit within a person. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞേ, ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. Oh, God who works inside of you. നമ്മൾ ആ സൃഷ്ടി ഒന്ന് കണ്ടാൽ, If you look at this creation, നമ്മൾ നോക്കുമ്പോൾ എന്താ, ഒരു മണ്ണുകൊണ്ട് ഒരു രൂപം കാണാം. oh, we see a creation made of mud. ആ മൺരൂപത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. Only God can work inside of that shape. അവിടെയുള്ള മറ്റൊരു സൃഷ്ടിക്കും ഉള്ളിൽ കയറാൻ ഒക്കത്തില്ല. There is no other creation or being that can get into a person. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത് ഞാൻ The Holy കൈമാറാം. Spirit told me this word. ചിലതിന്റെ ഉള്ളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ There is തുടങ്ങും. a power of God that is going to move in the hearts of people. ചിലതിന്റെ അകത്തു ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും. God's power is going to move inside of some people. നിർജീവമായി കിടന്ന മൺരൂപം ജീവൻ വെച്ചതുപോലെ, Oh, some dead beings, like how it became into life. ആമേൻ, യാതൊരു സാധ്യതയും ഇല്ലാത്തതിന്റെ അകത്തു ദൈവം പ്രവർത്തിക്കും. When God moved into impossible situations. അടച്ചിരുന്ന വാതിലുമായി ശിഷ്യന്മാർ ഇരുന്നതിന്റെ അകത്തു കർത്താവ് When the പ്രത്യക്ഷപ്പെട്ടതുപോലെ disciples were closing doors and sitting inside, Jesus moved into them. ആർക്കും കയറാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ അകത്തു ദൈവം ഇറങ്ങി വരാൻ God പോകുകയാണ്. can move into circumstances which you think no one can come ആമേൻ. into. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. Say amen and receive that word tonight. ആമേൻ. ലോകം നോക്കുമ്പോൾ ആർക്കും അവിടെ കയറാൻ ഒക്കത്തില്ല. When the world sees that nobody can enter into ലോകം it, നോക്കുമ്പോൾ ഒരു മനുഷ്യനും അവിടെ സംസാരിക്കാൻ ഒക്കത്തില്ല. the world thinks that no human being can speak പക്ഷേ for ഇന്ന് others. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ശക്തിക്ക് കടക്കാൻ കഴിയാത്ത ഒരറയും ഇന്നുവരെ ഉലകത്തിലുണ്ടായിട്ടില്ല. But the Holy Spirit says that there is no power that cannot be penetrated ഈ into നാലാം it. രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവപോലെ ആത്മാവിൽ
വിളിച്ചു പറ, ആമേൻ, എന്റെ കുടുംബത്തിനകത്തേക്ക് പിശാച് കെട്ടിയിരിക്കുന്ന ബൗണ്ടറികൾക്കകത്തേക്ക് ഈ ദൈവശക്തി ഇന്ന് രാത്രി തുളച്ചു കയറുകയോ. Tonight, believe in this word that the devil who formed destroy those boundaries and get into your life. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു വെളിപ്പാടായത്. This is the vision ഇത് and theology revelation. ഒന്നുമല്ല. This is not a theology. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് ഞാൻ ഈ പറയുന്നേ. This is what the Holy Spirit spoke ആമേൻ, to me. സ്തോത്രം. എന്നും ഇത് ഇങ്ങനെ ഒരു രൂപമായി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. God is not going to allow you to just lay there as a dead person. സ്തോത്രം. പുറമേ നോക്കുമ്പോൾ എന്തൊക്കെ ഒരു ഷേപ്പ് ഉണ്ട്. Oh, from the outside you just have a shape. പക്ഷേ ഇന്ന് രാത്രി അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ ഇത് പ്രയോജനമുള്ളതായി But if മാറത്തുള്ളൂ. you have a life within, only then you can be productive. ശാൽബാന രഗദഗഡഗസ്യ. പേരിന് എന്തൊക്കെയോ കൊണ്ടു നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. God has not called you just for the name's sake. പേരിനൊരു ശുശ്രൂഷകനാകാനല്ല ദൈവം നിന്നെ God വിളിച്ചത്. has not called your ministry just for name's sake. പേരിനൊരു വിശ്വാസിയാകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. God has not called you just for name's sake. ചലനം to be ഉണ്ടാക്കേണ്ട believers. ഇടത്തേക്ക് ഈ രാത്രി ചലനം അയക്കാൻ എന്റെ ദൈവം സർവശക്തനായ Our ദൈവമാണ്. God is powerful to move in your life. കരമടിച്ചു ദൈവത്തിന് and to ആരാധന move His കൊടുക്കുന്ന purpose. രാത്രി ചിലതിന്റെ അകത്തേക്ക് ജീവശ്വാസം ഊതട്ടെ. ചിലതിന്റെ അകത്തേക്ക് ശക്തി വ്യാപരിക്കട്ടെ. ചില അധികാരികളുടെ ഇടയിലേക്ക്, ചില വ്യക്തികളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. Let the power of God move in the hearts of His people. രാബ രാബ രാഖ ജാന അടക ജഗന രഗദല ഗടഗദന അർത്ഥര ജഗടഗസ് യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ നടിച്ച് ചില മിനിറ്റുകൾ അന്യ ഭാഷകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചില ഭിത്തികളെ ഭേദിക്കട്ടെ, ചില ഹൃദയങ്ങളെ ഭേദിക്കട്ടെ, ചില കെട്ടുകളെ ഭേദിക്കട്ടെ, ചില മതിലുകളെ ഭേദിക്കട്ടെ. ഇന്ന് രാത്രി തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളുടെ അകത്തൂടെ ഈ ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. Let the power of God break through every obstructions in your life. Hallelujah. മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത അകത്ത്, The boundaries that humans cannot reach to. മനുഷ്യന്റെ ശബ്ദം കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, The places where human voices cannot reach. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. When you worship here, the power of God is going to move there. ആമേൻ. ഒന്ന് ഡിക്ലെയർ ചെയ്ത് വിളിച്ചു പറയുന്ന If you രാത്രി declare by faith tonight, നിന്റെ വിഷയത്തെ തൊട്ടു പറ. oh, look at your situation. രോഗമുള്ള ശരീരത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ട് പറ, ജീവൻ വ്യാപരിക്കാൻ പോകുകയെന്ന് പറ. Oh, look at the place where you are sick and say, God's power is going to move on this. ഓ, വലിയൊരു ദൈവ സാന്നിധ്യം ഈ നാലാം രാത്രി അനുഭവിക്കുന്നവർ, ആമേൻ, നിങ്ങൾ സിസ്റ്റം ഒന്നും നോക്കണ്ട. ഈ രാത്രി വായികൾ തുറന്ന് യേശു എന്ന് വിളി. ഇതിനകത്തൊരു ജീവൻ വ്യാപരിക്കുകയാ. ചലനമറ്റ് കിടക്കുന്ന, രൂപഗുണമില്ലാതെ കിടക്കുന്ന, അസ്ഥി കൂമ്പാരമായി കിടക്കുന്ന ചില താഴ്വരകളിലേക്ക് ഈ രാത്രി ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. Oh, the life of God is going to move over your situations. Hallelujah. Oh, Udaraba Ragadagadas, Malmana, Halta, Ragadal, Kamanagadagas. എന്നും ഇങ്ങനെ കിടക്കത്തില്ല കേട്ടോ. You will not be like this forever. എന്നും ഇങ്ങനെ നിർജീവമായി കിടക്കത്തില്ല. You will not be lifeless forever. ഒരു ദിവസം ദൈവത്തിന്റെ ഇന്ററപ്ഷൻ ഉണ്ടാകും. There will be a day where God will come ഒരു and interrupt ദിവസം in your life. ദൈവത്തിന്റെ മിറക്കിൾ സംഭവിക്കും. There will be a day where God will come with His miracle. ആർക്കും പിടിച്ചാൽ നിർത്താൻ പറ്റാത്ത പോലൊരു അമാനുഷിക ഇടപെടൽ A ഉണ്ടാകും. supernatural work of God will happen in your life. ഒരു അധികാരിക്കും ഒതുക്കാൻ കഴിയാത്തതുപോലൊരു ഉണർവുണ്ടാകും. There will be a revival that ഓ, nobody ഞാൻ can ഇന്ന് contain. രാത്രി ഈ നാലാം ദിവസം ആമേൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, ഒരു റിവൈവലിലേക്ക്, ഒരു ഉണർവിലേക്ക് ദൈവസഭ നീങ്ങുന്ന ദിവസങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എണ്ണിയിരിക്കുകയാ. Oh, the Holy Spirit has brought a countdown on the revival in the church of God. പല വൈദ്യന്മാരാൽ ക്ഷീണിച്ചവൾ, വൈദ്യന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, വൈദ്യശാസ്ത്രത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത അവളുടെ ശരീരത്തിന്റെ അകത്തേക്ക് ദൈവശക്തി ഇറങ്ങിച്ചെന്നു. Oh, the woman who had the issue of blood, beyond the physicians, beyond the move of man, God's power went and touched her. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോ, When I was meditating on this, യോനായെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. oh, look at the life of Jonah. യോനായുടെ
ചരിത്രം നമുക്കറിയാം. We know the history of Jonah. യോന എന്താ ചെയ്തേ? What did Jonah do? കാര്യമൊക്കെ ശരി, അവൻ അനുസരണക്കേട് കാണിച്ചു. He was disobedient to God's word. അനുസരണക്കേട് കാണിച്ചു, കപ്പലെ കയറി വേറൊരിടത്തോട്ട് പോയി. Oh, he went to another place where God did not tell him to go. പോയ പോക്കിൽ അനർത്ഥങ്ങൾ സംഭവിച്ചു. On his way he had a lot of displeasure. അവർ ചീട്ടിട്ടപ്പം യോനയുടെ പേര് ചീട്ട് വീണു, എന്നെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞേക്കാൻ യോന പറഞ്ഞു. And we know the story that he told the people, throw me out into the sea and you will be saved. 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. That is Jonah chapter number 1 verse 17. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. And God had commanded or prepared a great fish to swallow up Jonah. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. And the Bible says that Jonah was in the belly of the fish for 3 days and 3 nights. 3 രാത്രി 3 പകലും. 3 days and 3 nights. എല്ലാവരും പറഞ്ഞേ 3 രാത്രി 3 പകലും. Everybody say 3 days and 3 nights. എവിടെ കിടന്നു? Where was he? എവിടെ കിടന്നു? Where was he? തിമിംഗലത്തിന്റെ വയറ്റിൽ. He was in the belly of the fish. വെട്ടമുണ്ടോ? Was there light? എവിടുന്നാ ഓക്സിജൻ കിട്ടിയേ? Where did he get the oxygen? ഇനി എവിടുന്നേലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും Imagine that he got oxygen from somewhere. ഈ വീഴുന്നത് പച്ചവെള്ളത്തിലോട്ടല്ല. He was not falling down into some water. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? യോനായെ വിഴുങ്ങിയ മത്സ്യത്തിന്റെ വയറ്റിൽ പച്ചവെള്ളമായിരുന്നില്ല. Oh, the belly of the fish that Jonah was in was not just filled with നമ്മുടെ water. ആരുടെയും വയറ്റിൽ പച്ചവെള്ളമാണോ? Do you think that our belly has just water? ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ലേ? Even though there was fasting, how many of you had biryani? ആ ബിരിയാണി ഇന്ന് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടോ ഇപ്പം വൈകുന്നേരം? This evening that biryani is not like the way that you think. അത് ദഹിച്ചില്ലേ? It is digested. അത് ദഹിച്ചത് എന്തുകൊണ്ടാ? What is the reason it is digested? വയറിനകത്ത് ദഹനേന്ദ്രിയുണ്ട്. Oh, because there are digestive acids in your belly. അങ്ങനെയാണ് നമ്മുടെ വയറ്റിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, If that is the condition of the കടലിൽ human belly, കൂടെ പോകുന്ന സകല മീനിനെയും സകലത്തെയും തിന്നുന്ന ഈ തിമിംഗലത്തിന്റെ വയറ്റിലെ ആസിഡ് എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. imagine the kind of acids that are there in the belly of the fish that was swallowed by for Jonah. പുറത്തിറങ്ങി യോനയോട് ചോദിക്കുക, If you ask Jonah, Jonah എന്തായിരുന്നു എക്സ്പീരിയൻസ്? what was your experience? അപ്പൊ പറയും, ഞാൻ വൈകിട്ടത്തെ സഭായോഗത്തിന് സാക്ഷ്യം പറയാമെന്ന് പറയും. And he will say, I will give a testimony in the church. ഒരിക്കലും യോന പറയത്തില്ല ഞാൻ വീണത് ഒരു ദഹനേന്ദ്രിയത്തിലാണെന്ന് വീണെന്ന് പറയത്തില്ല. Jonah will never say that he fell into some digestive acids. ഞാൻ വിശ്വസിക്കുന്ന എന്നറിയാവോ? I believe this. യോന വീഴുന്ന സെക്കൻഡ് വരെ, Until the second that Jonah fell into that belly, അത് ദഹനേന്ദ്രിയമായിരുന്നു. it was a digestive പക്ഷെ യോന വയറിനകത്ത് ചെല്ലുന്ന സെക്കൻഡിൽ, from the second that Jonah was in the belly of the fish, അതിന്റെ നേച്ചർ ദൈവം മാറ്റിക്കളഞ്ഞു. God changed the nature of the fish. ആരാ പ്രവർത്തിച്ചേ? Who worked there? ആരാ ഇടപെട്ടെ? Who moved there? ആരാ തിമിംഗലത്തിന്റെ വയറ്റിൽ ഇറങ്ങിയത്? Who came down into ഇന്ന് the belly രാത്രി of the fish? കരയുന്ന ദൈവപൈതലേ, Oh, the children of God who മനുഷ്യർക്ക് cry. അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ. What is impossible with man ആമേൻ. is ചിലതിന്റെ possible with God. പ്രകൃതം മാറ്റാൻ ദൈവത്തിന് കഴിയും. God is able to change the nature of ചിലതിന്റെ പ്രകൃതം മാറ്റാൻ ദൈവത്തിന് God is കഴിയും. able to change the nature of being. നിനക്കുള്ളിൽ ഇറങ്ങാൻ പറ്റത്തില്ല. You may not be able to go down നിനക്ക് അവിടെ yourself. കയറി You സംസാരിക്കാൻ may not be ഒക്കത്തില്ല. able to go down and speak. നിനക്ക് ഓഫീസിൽ ആക്സസ് ഇല്ല. You may not have access to the നിനക്ക് office. അധികാരികളുടെ അടുത്ത് പോകാൻ You may ഒക്കത്തില്ല. not be able to go to the പക്ഷെ authority. നിനക്ക് വേണ്ടി But for you, ഇറങ്ങി ചെല്ലുന്ന ഒരു ദൈവമുണ്ട്. there is a God who is able to go down there. കരമൊന്ന് അടിച്ചു ദൈവത്തിന് Clap മഹത്വം your കൊടുക്കുക. hands and give him glory. ചിലതിന്റെ നേച്ചർ ഇന്ന് രാത്രി ദൈവം മാറ്റട്ടെ. God is going to change the nature ചിലതിന്റെ of something. പ്രകൃതം ഇന്ന് രാത്രി ദൈവം God മാറ്റട്ടെ. is going to change the nature ചില of the വ്യക്തികളുടെ world. സ്വഭാവം ദൈവം ഇന്ന് God രാത്രി is going മാറ്റട്ടെ. to change the behavior of some people. റാബാന ഘടകദന ഘടകദന രഗദൽ ഘടകദന അർത്ഥരാ ജഗടകദന റിഗദൽ ഖമന ഘടകസ്വി അംദൽ ഖമന ഘടക ദിരിബിരിബി ഘടകദന രഗദൽ ഖമന ഘടക അംദരാ ദിഗിരി ബിരി ഘടകവന ഘടക ജനഘടക ദുരിബിരിബി ഘടകദന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നശിപ്പിക്കാൻ നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആമേൻ, വിഷം പോലെ കുത്തിവെക്കാൻ നിൽക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിന്റെ പ്രകൃതം മാറിപ്പോകട്ടെ. Hallelujah. Thank you, Jesus. Amen. Thank you, Jesus. Thank you, Jesus. സ്തോത്രം. എപ്പോഴാ ഇത് സംഭവിച്ചെന്ന് ഞാൻ പറയാം. Let me tell you how it happened. സംഭവിക്കണമല്ലോ. It should happen. ആ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്?
What does the word say? യോനയെ വിഴുങ്ങേണ്ടതിന് Now the Lord, for Jonah to be swallowed, യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. and it says that the Lord provided a huge fish or commanded a fish. കൽപ്പിച്ചാക്കി. He commanded a fish. വഴിയെ കൂടെ പോയ മത്സ്യമല്ല. It is not yet another fish that was അവന് just going. വേണ്ടി ഒരെണ്ണം ദൈവം കൽപ്പിച്ചു. God commanded a particular fish to go for അങ്ങനെ Jonah. ദൈവം കൽപ്പിച്ചതാണെങ്കിൽ If God is the one who is commanded, അതിനകത്തെ പ്രതിസന്ധി നിനക്ക് അനുകൂലമാകും. oh, every circumstances in that belly will be in അങ്ങനെ favor for you. ദൈവം കൽപ്പിച്ചിട്ടാ നീ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ, If God is commanded and you have stepped in, അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്താ നീ നിൽക്കുന്നതെങ്കിൽ, if you are standing in the command of God, പ്രതികൂലമാണെന്ന് ലോക സയൻസ് പറയുന്നത് ബയോളജിക്കൽ മിറക്കിളായി മാറും. even though the world says and the science says things are against you, God will do a biological ഇന്ന് രാത്രി miracle. എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ പറ്റും, ഞാൻ ദൈവം കൽപ്പിച്ചിട്ടാ ഇറങ്ങിയെന്ന്? How many of you can say that I have moved out because ഞാൻ God എന്റെ told ജീവിതം me? നയിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന I'm living പ്രകാരമാണ്. this life because God told me so. ഞാൻ വേർപെട്ടത് ദൈവത്തിന്റെ കൽപ്പന I have പ്രകാരമാണ്. moved out separately because God told me അങ്ങനെയാണ് so. ഇന്ന് രാത്രി പറ, ദഹിപ്പിക്കാൻ നിൽക്കുന്നത് നിനക്ക് അനുഗ്രഹമായി മാറും. What is there to come and burn you will come in വിഴുങ്ങാൻ favor for you. നിൽക്കുന്നത് നിനക്ക് അനുഗ്രഹമായി മാറും. What is coming against നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്നത് നിനക്ക് അനുഗ്രഹമായി മാറും. പിശാച് ഒരിക്കലും തിന്മയ്ക്കായിട്ടാ, പിശാച് ഒരിക്കലും നിന്റെ നാശത്തിന് വേണ്ടിയാ. പക്ഷെ ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം. Oh, the hand of God that makes everything move in favor for you. ആ ഒരു ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിക്കണം. Tonight we must have that confidence. വേറെ ഏതു മത്സ്യം യോനയെ വിഴുങ്ങിയിരുന്നെങ്കിലും, Oh, even if it was any other fish that Jonah was swallowed, യോന പുറത്ത് കയറിയതുപോലെ വരത്തില്ല. oh, Jonah would have never come out. ഞാനിപ്പം ഇങ്ങനെ ചിന്തിക്കുക, I was just imagining like this. പൈശാചിക മേഖല മുഴുവൻ ഇപ്പൊ ദൈവം യോനയെ നശിപ്പിക്കുന്നു പറഞ്ഞിരിക്കുക. Oh, all the demonic realms are saying that we are going to destroy Jonah. നമ്മൾ ചിന്തിക്കുന്ന ജീവശാസ്ത്രപരമായ അത്ഭുതമാണ്. Oh, this is a miracle that is a biological one. വീഴുന്നത് കാണുന്നവൻ പറയും യോനയുടെ പരിപാടി കഴിഞ്ഞു. Everyone who saw Jonah falling into the sea know that he's dead. എന്റെ ചോദ്യം, My question, പുറമേ നോക്കിയാൽ if you look from the outside, ഈ മത്സ്യത്തിന് വല്ല മാറ്റം സംഭവിച്ചോ? has any change happened to this fish? സംഭവിച്ചോ? എന്തെങ്കിലും മാറ്റം പുറമേ കണ്ടോ? Do you see any changes that happened to the fish? അപ്പൊ കാണുന്നവര് പറയും, അല്ലെങ്കിൽ എടുത്തിട്ടവർ കപ്പലിൽ നിന്ന് എടുത്തിട്ടവര് പറയും ഇവന്റെ പരിപാടി ഇതോടെ കഴിഞ്ഞു. The people who threw him into the sea and saw a fish swallowing him knows that he is dead. മനസ്സിലാകുന്നുണ്ടോ ഞാൻ Do പറയുന്നത്? you understand this? എടുത്തിട്ടവര് ചിന്തിച്ചത്, The people who threw him, ഞങ്ങൾ രക്ഷപ്പെട്ടു, അവൻ തീർന്നു. the people who threw him understood that they are safe and Jonah is dead. പലരും അങ്ങനെ ഇന്ന് രാത്രി This is ചിന്തിച്ചിട്ടിരിക്കുന്നേ. what everybody else has thought പലരും about you. പറയുന്നത് നിന്റെ പരിപാടി Many അവസാനിച്ചെന്നാ. people have said that you are no more. You ആരോടോ cannot come up. ദൈവാത്മാവ് പറയുന്നു, നിന്നെ പുറത്തിട്ടത് ആമേൻ മനുഷ്യന്റെ കരമാണെങ്കിലും അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. Remember tonight that even though some people have thrown you out, but there is a hand of God over your life. യോനായെ എടുത്ത് പുറത്തിട്ടു, കപ്പൽ സ്റ്റേബിളായി. Oh, the ship was now stable because the people threw Jonah into the sea. എന്റെ ഭാവന ഞാൻ പറയാം. This is my imagination. കപ്പലിനകത്തൊരു വലിയ സംസാരം. Oh, there was a great commotion in the ship. അവനായിരുന്നു നമ്മുടെ കപ്പലിനെ മുഴുവൻ Oh, നശിപ്പിച്ചത്. it was Jonah who was causing all the trouble in the അവന്റെ ship. കാര്യത്തിൽ തീരുമാനമായി. Oh, we are now safe. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും ദൈവാത്മാവ് പറയുകയാ, Even while you are listening to this message, the Holy നിന്റെ Spirit is saying, ജീവിതം ഒരു തീരുമാനമായെന്ന് പറയുന്നവരുടെ മുമ്പിൽ, in the midst of the people who are judging that your life is നിന്റെ end, പരിപാടി ദേ ഈ വെള്ളത്തിൽ വീണതോടുകൂടി അവസാനിച്ചെന്ന് പറയുന്നതോട് അവരുടെ മുമ്പിൽ when many people are judging that your life is over, അവർക്ക് കാണാൻ കഴിയാത്ത, what they cannot see, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത, what even they ആ cannot വാക്ക് think. ഞാൻ ഒന്നുകൂടെ പറയാം. Let me tell it again. കപ്പലിലുള്ളവർക്കോ, Oh, people in the ship, ചീട്ടിട്ടവർക്കോ, people who cast lots, കപ്പലിൽ എടുത്തെറിഞ്ഞവർക്കോ, people who throw Jonah into the sea, യോനയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലും ചിന്തിക്കാൻ പോലും they പറ്റിയിട്ടില്ല. cannot even imagine Oh, God's plan for ഇന്ന് Jonah. രാത്രി ഞാൻ പറയുന്നത് എത്ര പേർക്ക് How many of you മനസ്സിലാകുന്നുണ്ട്? understand what God is speaking ഇന്ന് to you? രാത്രി ലോകത്തിന് കാണാൻ കഴിയാത്ത ഒരു കരുതലിനകത്താ
ദൈവ പൈതലെ ദൈവം നിന്നെ പൊതിഞ്ഞിരിക്കുന്നത്. God has covered you in the care that even the world cannot see for you. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ആ കരുതലുകൾ വെളിപ്പെട്ട് വരട്ടെ. ചില തലമുറകൾക്ക് വേണ്ടി ആ കരുതലുകൾ വെളിപ്പെട്ട് വരട്ടെ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആ കരുതലുകൾ വെളിപ്പെടട്ടെ. God's care is coming upon you. നിന്നെ കളിയാക്കുന്നവർ, നിന്നെ വിടക്കെന്നെണ്ണുന്നവർ, ആമേ, നീ നശിക്കുമെന്ന് പറയുന്നവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കത്തക്കവണ്ണ ആരും അറിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ഒരു പ്രൊവിഷൻ ഒരുക്കുന്ന എന്റെ ദൈവം. Oh, the people who mocked at you, in the midst of them God is creating a provisions which even they cannot see. Oh Jesus. Hallelujah. എന്നെങ്കിലും at some time, ഈ എടുത്തിട്ടവൻ, ഈ ശുശ്രൂഷകന്മാരുടെ ഒരു പ്രശ്നം എന്നറിയാവോ? the problem with most of the preachers, നിങ്ങൾ എന്നെ ഇവിടെ ഇന്ന് നാളെ കണ്ടില്ലേ, ഈ ലോകത്തിന്റെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്നെ കാണും. oh, if you don't see me here, you will see me in some part of the world. കാരണം ശുശ്രൂഷകന്മാരുടെ പ്രശ്നം അതാ. Because that is the characteristic of preachers. എങ്ങും ഒളിക്കാനൊക്കത്തില്ല. You cannot call them every day. എങ്ങും ഒളിക്കാനൊക്കത്തില്ല. They cannot hide everywhere. ഏതെങ്കിലും ഒരു സ്റ്റേജ് വെച്ച് കാണും. You will see them on അല്ലെ ഫേസ്ബുക്കിൽ കാണും, or you will see them on അല്ലെ സൂമിൽ കാണും, you will see them on Zoom, യൂട്യൂബിൽ കാണും, you will see them on YouTube, നേരിട്ടും കാണാം. you can see them in person. ഞാൻ അങ്ങ് ചിന്തിക്കുക, I am thinking this ഈ way. എടുത്തിട്ടവൻ ഒരു ദിവസം അവിടെ ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ ആര് പ്രസംഗിക്കുന്നു? Oh, there was a crusade and Jonah was preaching. യോന പ്രസംഗിക്കുന്നു. It was the man who threw him into the sea. തീർന്നെന്ന് പറഞ്ഞവർ കാണത്തക്കവണ്ണം. In the midst of people who said, ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് സ്വീകരിക്ക. Hallelujah, say amen. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് സ്വീകരിക്ക. Hallelujah. ഓ, ഉപവാസത്തിന് 4-ാമത്തെ ദിവസം നിന്നെ ഒരു അത്ഭുതമാക്കി നിർത്താൻ, അസ്തമിച്ചെന്ന് പറഞ്ഞവരുടെ കൺമുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കി നിർത്താൻ ഇന്ന് രാത്രി എന്റെ ദൈവം സർവശക്തനാണ്. Hallelujah. ആർക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഉള്ളറകളിലേക്ക് ജീവശ്വാസം, ജീവൻ വ്യാപരിപ്പിക്കുന്നവനായി ദൈവം. Our God is someone who will breathe the power of his into places which is not accessible by man. നിന്റെ ശരീരത്തിൽ, നിന്റെ വേദനയുള്ള സ്ഥലത്ത് നീ അനുഭവിക്കുന്ന നിന്റെ ബയോളജിക്കൽ ഇററുകളെ ഈ രാത്രി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. Oh, commit all your biological errors, the things that you're facing in your body, മെഡിക്കൽ സയൻസ് അല്ല എന്റെ ശരീരത്തെ തൊടേണ്ടത്. Tonight say that medical science is not the one that should touch me. എനിക്കൊരു ബയോളജിക്കൽ മിറക്കിൾ സംഭവിക്കണമെന്ന് പറ. I have need of a biological miracle. എത്ര പേര് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കും? How many of you will pray tonight? എത്ര പേര് നിങ്ങളുടെ ശരീരത്തിൽ വിടുതൽ ഇന്ന് രാത്രി റിസീവ് ചെയ്യും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വേദനകൾ മാറട്ടെ. ഇന്ന് രാത്രി every pain depart from your body. ജോയിന്റ് പെയിനുകൾ ഇന്ന് രാത്രി മാറട്ടെ. Pains be healed tonight. ആമേൻ. എരിച്ചിലുകൾ ഇന്ന് രാത്രി മാറട്ടെ. Let every acidity be gone. നിർജീവമായ ഗർഭപാത്രത്തിനകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചതുപോലെ the power of God work ഓർമാന ശാഠാല റബാന ഹടകദന നിന്റെ ശരീരത്തിന്റെ നിയമത്തെ ഖണ്ഡിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. Let the power of God move and create miracles over you. മെഡിക്കൽ സയൻസ് അല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത്. ആമേൻ. ശാസ്ത്രലോകം അല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത്. എനിക്കൊരു ദൈവമുണ്ട്, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. എനിക്കൊരു ദൈവമുണ്ട്, അവൻ സർവശക്തനായ ദൈവമാ. എനിക്കൊരു ദൈവമുണ്ട്, അവൻ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ, ശരീരത്തിന്റെ നിയമത്തെ തെറ്റിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. സാറയുടെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, even though Abraham understood the deadness of the life of Sarah, അബ്രഹാമിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. he could not do him anything himself. ഇനി അവിടെ മെഡിക്കൽ ശാസ്ത്രം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. Even medical science could not do anything about her barrenness. കാരണം പ്രായം കഴിഞ്ഞു പോയി. Because she was aged. ലോകത്തിൽ ഒരു വമ്പനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. No medical science or nothing can do. പലർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ, when no one can do anything for ബയോളജിക്കൽ മിറക്കിൾ ചെയ്യാൻ കഴിയുന്ന ഒരുവനെ നമ്മൾ ആരാധിക്കുന്നത്. We serve a God
who can do ഇന്ന് രാത്രി biological ചില miracles. മേഖലകളിലേക്ക് ആമേൻ ജീവൻ തുടിക്കുന്നത് വിശ്വാസത്തോടെ കാണുന്ന രാത്രി. See with the eyes of faith, റീബാല ഖചല life poured out റഖദന over your life. അർത്ഥര ജഗടഗദന Hallelujah. അടബ തുരിബിരിബി ഘടകദന അന്തൽ കമന ഘടക നിർജീവമായി പോയ ചില മേഖലകളിലേക്ക് ശരീരഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി ആമേൻ യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. God's life is going to flow in the deadness of your situation. റെബെക്കായുടെ ഉള്ളിൽ ജീവൻ വ്യാപരിച്ചു. Oh, in the same way God poured life in the life of റാഹേലിന്റെ ഉള്ളിൽ ജീവൻ In the life വ്യാപരിച്ചു. of Rachel, he poured life. ശിംശോന്റെ ഉള്ളിൽ മാതാവിന്റെ ഉള്ളിൽ ജീവൻ In the വ്യാപരിച്ചു. life of the mother of Samson, God ഹന്നായുടെ poured ഉള്ളിൽ life. ജീവൻ In the life വ്യാപരിച്ചു. of Hannah, എലിസബത്തിന്റെ ഉള്ളിൽ in the ജീവൻ life of വ്യാപരിച്ചു. Elizabeth, he poured ഈ life. ഭാഗം എല്ലാം വായിക്കുമ്പോ When we read all ഒരു of കാര്യം this നമ്മൾ portion, കാണുന്നുണ്ട്. one thing we know, മെഡിക്കൽ സയൻസ് അല്ല അവിടെ പ്രവർത്തിച്ചത്. medical science is not the one മെഡിക്കൽ that സയൻസ് works. അല്ല അവിടെ ഇടപെട്ടത്. Medical science is യഹോവയുടെ കരമാണ് ഇറങ്ങി It was the വന്നത്. hand of God that ഈ moved രാത്രി for his വിശ്വസിച്ച് people. വിളിച്ചു പറ, എന്റെ ശരീരത്തിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, എന്റെ ശരീരത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ എനിക്കുണ്ട്. I have someone who is able to heal the troubles in my body. കണ്ണുകൾ അടച്ചിരുന്ന രാത്രി, Every eye is closed. എല്ലാ കണ്ണുകളും അടച്ചിരുന്ന രാത്രി, Every eye closed. ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചേ. Can you pray with power unto God? ജീവശാസ്ത്രത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. Oh, let miracles happen over your body. അതിനൊരു നിയമമുണ്ട്. Oh, there is a law there. അതിനൊരു നിയമമുണ്ട്. There is a medical law. മേരിയോട് ചോദിച്ചേ, If you ask Mary, മറിയോട് ചോദിച്ചേ, you ask Mary, ബയോളജിക്കൽ ലോ എന്താ? oh, what is the biological law, പുരുഷൻ Mary? വേണം ഗർഭമുണ്ടാകണമെങ്കിൽ. If you need to bear a child, you need a അവളുടെ intervention of ചോദ്യം man. ഇതെങ്ങനെ സംഭവിക്കും? Our question is, how will this happen? ദൈവത്തിന്റെ മറുപടി, And the answer of God, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. the power of God will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ The വരും. Holy Spirit will hover over ഇന്ന് you. രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാ, I believe in the Spirit like this. ലോകത്തിന്റെ ഒരു സംവിധാനവും ഇല്ലാതെ Without any എന്റെ intervention ദൈവം of the world, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. പ്രാർത്ഥിക്കുക. Every eye is ഈ രാത്രി closed and കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറ, eyes closed and കർത്താവേ, praying. എന്റെ യുക്തി ഞാൻ മാറ്റിവെക്കുകയാ, Lord, I'm removing എന്റെ every ബുദ്ധി of ഞാൻ my own മാറ്റിവെക്കുകയാ, എന്റെ കഴിവ് ഞാൻ മാറ്റിവെക്കുക. I'm removing my strength. ഞാൻ നിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. I'm going to believe in your miracle. ഞാൻ നിന്റെ ശക്തിയിൽ I'm going to വിശ്വസിക്കുന്നു. believe in your power. ഞാൻ നിന്റെ നാമത്തിൽ I'm going to believe വിശ്വസിക്കുന്നു. in your name, O God. പ്രാർത്ഥിച്ചേ. Pray. Pray. ഇന്ന് രാത്രി ചില മേഖലകളിലേക്ക് ജീവൻ തുടിച്ചിറങ്ങട്ടെ. Oh, let the life of God flow in your ഇന്ന് രാത്രിയിൽ ആമേൻ നിർജീവമായി കിടക്കുന്ന ചില സ്തോത്രം ശരീരഭാഗങ്ങളിലേക്ക് ആമേൻ ജീവൻ പാഞ്ഞിറങ്ങട്ടെ. Oh, wherever in your body there is a dead situation, let the നിങ്ങളുടെ life of God ശരീരത്തിന്റെ flow. രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന രാത്രി, Oh, lay hands on the place where you are sick and ask God's ആമേൻ life to നിങ്ങളുടെ flow. ആന്തരിക അവയവങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന രാത്രി, Oh, commit your body into the Lord. കർത്താവേ, മെഡിക്കൽ സയൻസിന് പരിഹരിക്കാത്ത ചില വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. I have things that medical science cannot solve. അധികാരികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ എൻ്റെ I ജീവിതത്തിലുണ്ട്. have situations that even the authorities of the world cannot solve. ഇന്ന് രാത്രി ഞങ്ങൾ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നു. Oh Lord, we understand the facts of nature. പക്ഷെ സത്യം നീ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്. But the fact also is that you are a miracle working God. പ്രാർത്ഥിച്ചേ.